ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കർഷക ദിനാശംസകൾ. കർഷകരെ വർഷത്തിലൊരിക്കൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ടതല്ല, എന്നും ഓർമ്മിക്കപ്പെടേണ്ടവരാണ് കർഷകർ എന്ന സത്യം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉച്ചക്കലത്തെ കറവൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കൊണ്ടു കൊടുക്കൽ കഴിഞ്ഞ് ഒരു 2-2:30 തൊട്ട് നമ്മൾ 4:30 വരെ റെസ്റ്റ് ടൈമാണ് നമ്മുടെ. അപ്പോൾ അവരും എല്ലാവരും റെസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിതാ കായത്തൊലിയാണ് കൊടുക്കുക ആദ്യം എല്ലാവർക്കും. അതിൻ്റേതായ ഒരു കണക്കുണ്ട്, അങ്ങനെ കുറേ കൊടുക്കുക എന്നല്ല. അപ്പം നമ്മൾ ഡെയിലി കൊടുക്കുമ്പോൾ നമുക്ക് അത്ര കിലോ വെയിറ്റൊന്നും നോക്കാറില്ല, എന്നാലും എനിക്കറിയാം ഇത്രയാണ് അവരുടെ ഒരു ക്വാണ്ടിറ്റി കൊടുക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്ത് ഇത് എല്ലാവരും കൂടി നന്നായിട്ട് തിന്ന് നിൽക്കുകയാണ്. അപ്പോൾ തീറ്റയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചാണകം ഞാൻ മുകളിൽ കൊണ്ടുപോയി ഉണക്കി, തണലത്ത് ചാണകം ഉണക്കണതാണ്. ചാണകത്തിലെ ജീവാണുക്കളൊക്കെ നശിച്ചു പോകാതെ നമുക്ക് നല്ല ഗുണമേന്മയുള്ള ചാണകം കിട്ടാനായിട്ട്. പുറത്തേക്ക് കൊടുക്കാനുള്ളതൊന്നല്ല, ഇത് നമ്മൾ വീട്ടിലത്തെ കുറച്ച് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തണലത്ത് ഉണക്കിയ ചാണകം അധികമായിട്ട് ഉണ്ടാക്കണത്. പിന്നെയുള്ള ചാണകമൊക്കെ ചാക്കിലാക്കി കെട്ടി വെച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കായ്ത്തൊലി കൊടുത്ത് മറ്റേ കാലിത്തീറ്റ കൊടുക്കണ സമയത്തിൻ്റെ ഇടയിലുള്ള ആ സമയങ്ങൾ ഞാൻ കുറച്ച് നേരം പച്ചക്കറി കൃഷികൾ ചെയ്യണതിന്, അപ്പോൾ മണ്ണ് ഇല്ലാത്ത ചെടികൾക്ക് മണ്ണിട്ട് കൊടുക്കുക, വളം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ ഗോമൂത്രം നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കൃഷിക്കാര്യങ്ങളിൽ കുറച്ച് നേരം, അപ്പോഴേക്കും അവരെ കായ്ത്തൊലി തിന്ന് കഴിയുമ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു സമയം, അത്രയും സമയം കുറച്ച് നേരം നമ്മുടെ വീട്ടിലെ കൃഷികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഈ വിഷമുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കേണ്ട, ഇഷ്ടം പോലെ വളമാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്, അതിട്ട് കൊടുത്ത് നല്ല പച്ചപ്പാണ്. ഒരു പശുവുള്ള വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ഗുണം നമുക്ക് കാണാൻ പറ്റുക. എല്ലാ സ്ഥലത്തും നമ്മൾ ആ മൂത്രവും ചാണകമൊക്കെ കൊണ്ടൊഴിക്കുക, എല്ലാ ചെടികളുടെ കടയ്ക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിറയെ വിളവുകൾ കിട്ടുന്നത്. ഇത് റെഡ് ലേഡി പപ്പായയാണ്, കൃഷിഭവനിൽ കിട്ടിയതാണ്. ഇത് പേരയ്ക്കായിട്ടും ചേനയായിട്ടും നമ്മൾ വീട്ടിൽ അത്യാവശ്യം ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ വീട്ടിലും കുറച്ച് സ്ഥലമുള്ളവർ കുറച്ച് സമയം മെനക്കെടുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ മാത്രമല്ല നല്ല ഫലവൃക്ഷങ്ങളും നമുക്ക് നല്ല പേരക്കായ, അതുപോലെ കുറ്റിക്കുരുമുളക്, നിറച്ച് കുറ്റിക്കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് നമുക്ക് നല്ല പോലെ കിട്ടുന്നുണ്ട്. നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള ഒരു 10 കുറ്റിക്കുരുമുളക് നമുക്ക് കിട്ടുമ്പോൾ മഞ്ഞളുണ്ട്. അതൊക്കെ നമുക്ക് കൃഷിഭവൻ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. അപ്പോൾ അവർ തരുന്ന വിത്തുകൾ നമ്മൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവുകൾ കിട്ടും. ഇനിയിപ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുക്കണം. കോഴികൾക്ക് ലെയർ പല്ലറ്റും ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുട്ട അത്യാവശ്യം പുറത്തേക്ക് കൊടുക്കാനുള്ളത് കിട്ടും. 10-12 കോഴിയുണ്ട്. അപ്പോൾ അവരുടെ തീറ്റ കൊടുക്കൽ, ഇതൊക്കെ സന്ധ്യാനേരത്തുള്ള പണികൾ. അതേ പച്ചക്കറികൾ, അത് ചിരക്കിയാണ്, അത് സീതാർപ്പഴം ഉണ്ടാവുന്ന ചെടിയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല വളർച്ചയാണ് നമ്മുടെ വീട്ടിലത്തെ വളം. കാരണം ഇത് നല്ല കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ചിരക്കകൾ നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്. പശു കാര്യം നല്ല പണിയുണ്ട്, പക്ഷേ നമുക്ക് ജീവിതത്തിലെ സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ മാറാൻ ഒരു വിത്തിട്ടൊരു ചെടി മുളയ്ക്കുമ്പോൾ, മിണ്ടാപ്രാണികളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ, ഇതൊക്കെ ഒരു പരിധി വരെ എൻ്റെ വിഷമങ്ങളെ കുറയ്ക്കാൻ എനിക്ക് സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഒരു പശുവിനെ വളർത്താനോ അല്ലെങ്കിൽ അതിനൊക്കെ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല, പക്ഷേ ഒരു വിത്തിട്ട് ചെടി മുളപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള പച്ചക്കറികളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇനി കായത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ തീറ്റ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അപ്പോൾ എപ്പോഴും സുപ്രീം കൊടുക്കുമ്പോൾ KS സുപ്രീമിൻ്റെ ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, വെറും വയറ്റിൽ സുപ്രീം കൊടുക്കരുത്, അപ്പോൾ അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പുല്ലോ വൈക്കോലോ കായത്തിലോ മുൻപ് കൊടുത്തതിന് ശേഷം മാത്രമേ KS സുപ്രീം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇവരെയൊക്കെ കൊഞ്ചിച്ച് കുറച്ച് നേരം മാന്തിയൊക്കെ കൊടുത്ത് അവരുടെ ആ ഒരു സന്തോഷം, നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നവരാണ്, അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകം അതൊക്കെ ഒന്ന് വാരി കളയുക. ഇങ്ങനെ 4:30 തൊട്ട് രാത്രി 7 മണി വരെ
പണികളുണ്ട്. എന്നാലും അതൊന്നൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അസുഖങ്ങൾ വരാത്തതും നല്ല ഇപ്പോഴേ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങളാണ്. മിക്ക കർഷകർക്കും അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. വെറുതെ ഇങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ഒരു പണി പോലെയല്ല ഇതെപ്പോഴും നമുക്ക്. ഇപ്പോൾ ദേ ഇവിടെ വഴക്കാണ്. അവളുടെ തീറ്റ കഴിഞ്ഞ് ദേ വന്ന് അപ്പുറത്തെ ആളുടെ തീറ്റ വലിച്ചെടുത്ത് ഈ നിലക്കുള്ള വഴക്കുകൾ തീർക്കലും ഉണ്ട് നമ്മുടെ ജോലിയിൽ. അടിയിലേക്ക് വഴക്കൂട ഇങ്ങനെ എൻ്റെ മുളക്കുന്ന ഈ കായത്തൊലിയും സ്കൈ സുപ്രീമും കൊടുത്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ കുറച്ച് വൈക്കോല് കൂടി കൊടുക്കും. വൈക്കോലും കൂടി അതപ്പോൾ അവരുടെ അയവെട്ടലിന് കുറച്ചും കൂടി സഹായകരമാകും. നമ്മൾ ഈ വൈക്കോലിലൊന്നും കിട്ടാനൊന്നുമില്ല അവർക്ക് ഗുണങ്ങളൊന്നും, എന്നാലും അയ വെട്ടാനായിട്ട് അത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ തൊഴുത്തിൽ അപ്പോഴേക്കും ചാണകമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ വല്ലാണ്ട് അധികം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് രാത്രി ആയാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലും ഒരു സമാധാനം. അപ്പോഴേക്കും ഇതേ ചാണകം ഇടണം. ഇവരുടെ പിന്നാലെ നമ്മളിങ്ങനെ നിൽക്കണം. നമ്മൾ ജോലിക്കാരൊന്നുമില്ല, ഞാനും ചേട്ടനും അപ്പപ്പോൾ കണ്ട പണികൾ ഒരാൾക്ക് വേണ്ടി ഇടാതെ ഞങ്ങൾ പരസ്പരം ചെയ്യണത് കൊണ്ടാണ് 18 വർഷമായിട്ട് ഈ ജോലി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റണത്. ഇനി അവസാനം കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് കൊടുത്ത് കുറച്ച് പുകയ്ക്കും വൈക്കോലും ഇവരുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, പുല്ലിൻ്റെയും വൈക്കോലിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് എന്നും 2 നേരം തൊഴുത്തിൻ്റെ സൈഡിൽ ബക്കറ്റിൽ ഇതൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് പുകച്ച് എന്നിട്ടാണ് 7 മണി ആകുമ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കയറുന്നത്. അപ്പോൾ എൻ്റെ പ്രഭാതങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും കാണണം. ഇനിയുള്ള വീഡിയോകൾക്കും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.